ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കറിയാം വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? എൻ ഇൻറ്റു പി ആണ്. അതായത് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ പി ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്തും കൂടി വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കൂടി വേണം. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്നാണ് വരിക. അപ്പൊ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ട് n വരെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കുക. അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഈ എക്സ് സ്ക്വയറിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാനായിട്ട് പോവാ. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n. എക്സ് സ്ക്വയറിനെ മാറ്റി ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതുകയാണ്. അതിനുശേഷം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് ആണ്. അതായത് ഇവിടെ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് വരിക. അപ്പോ ഈ എക്സ് സ്ക്വയറിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് നോക്കിക്കേ. ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് കിട്ടും. അതായത് മൈനസ് എക്സും പ്ലസ് എക്സും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ തന്നെ കിട്ടുക. സോ ഇവിടെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ സമ്മേഷനെ രണ്ട് ടേംസിനും കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യത്തെ ടേം വരുന്നതെന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഈ പ്രോബബിലിറ്റി. അതാണ് നമ്മൾ ആദ്യം കിട്ടുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് സമ്മേഷൻ ഈ എക്സ് ഇൻറ്റു അതിന്റെ കൂടെ നമ്മൾ ഈ പ്രോബബിലിറ്റിയും കൂടെ എഴുതും. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിനെ അതുപോലെ കൊടുത്തു. പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതി. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ രണ്ടാമത്തെ ടേം നോക്കിക്കേ. സമ്മേഷൻ എക്സ് ഇൻറ്റു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയി ഇതല്ലേ. അപ്പൊ ഇത് എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലേ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് എന്താണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പം ഇവിടെ ഈ പി ഓഫ് എക്സിന് പകരം നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മൊത്തത്തിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ആണ്. അതായത് അതിനെ നമുക്ക് എൻ പി എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു നമ്മൾ ഈ എൻ സി എക്സ് എന്ന് പറയുന്നതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരിക? എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതിനുശേഷം പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് അതുപോലെ എഴുതി. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ടേം എങ്ങനെ മാറി? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് അവിടെ എൻ പി എന്ന് നമ്മൾ എഴുതിയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളൊരു മാറ്റം വരുത്താൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കി. ഇവിടെ ഒരു എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയലിനെ മാറ്റി ഞാൻ ഇങ്ങനെ എഴുതുക ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി ഇത്ര എഴുതി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സും എക്സ് മൈനസ് 1നെയും ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാ വരിക? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടുത്തെ റേഞ്ച് എന്താവും എന്ന് നോക്കിക്കേ. മേളില് എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ഉണ്ടല്ലേ. അപ്പൊ എക്സിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് 2 അതായത് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് വരും. പക്ഷെ അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ എക്സിന്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്നായിരിക്കും. അപ്പൊ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു n factorial by x minus 2 factorial into n minus x factorial. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമ്മൾ എഴുതുകയാണ്. p raised to x q raised to n minus x plus n p. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ മീനിന്റെ ഡെറിവേഷൻ ചെയ്തപ്പോ അവിടെ മേളിൽ ന്യൂമറേറ്ററിന്റെ ടേംസിൽ എല്ലാത്തിനും ഒരു 1 കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ വേരിയൻസിന്റെ ഡെറിവേഷനിൽ നമ്മൾ ന്യൂമറേറ്ററിൽ എന്താണ് ഒരു 2 ഉൾപ്പെടുത്തിയാണ് റീറൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു n
എൻ ഫാക്ടോറിയൽ എന്നുള്ളതിനെ ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ എന്ന് എഴുതി. ടുവിന്റെ ടേം ഉൾപ്പെടുത്തി എഴുതുക. ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നും ഇല്ല. അവിടെ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ എന്ന് എഴുതി, എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ഈ പി റേസ് ടു എക്സ് ഉണ്ടല്ലോ, അതിനെയും കൂടെ നമ്മളൊന്ന് മാറ്റി എഴുതുക ടുവിന്റെ ടേംസിൽ. അപ്പൊ പി സ്ക്വയർ ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് ടു എന്ന് വരും. പിന്നെ ബാക്കിയുള്ള ക്യൂ റേസ് ടു എൻ മൈനസ് എക്സും എൻ പിയും എല്ലാം അതുപോലെ തന്നെ എഴുതി. ഈ ടേംസിൽ നിന്നും നമ്മുടെ എക്സ് ഇല്ലാത്ത ടേംസ് ഉണ്ടല്ലോ, അത് എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണും ഉണ്ട്, പി സ്ക്വയറും ഉണ്ട്. അവിടെ നമുക്ക് ഫാക്ടോറിയലും ഇല്ല, അതുപോലെ എക്സിന്റെ ടേംസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ എന്നുള്ളതിനെ ഇനി പുറത്തോട്ട് എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു റേഞ്ച് 2 to n ആണ്, മാറിപ്പോകരുത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതി. എൻ മൈനസ് ടു ഫാക്ടോറിയൽ, എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ, എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ, പിന്നെ എന്താ ഉള്ളത്, പി റേസ് ടു എക്സ് മൈനസ് ടു, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി എന്ന് പറയുന്നതും എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താന്ന് നോക്കിക്കേ. ഇതും നമ്മൾ മീനിന്റെ ഡെറിവേഷനിൽ ചെയ്ത പോലത്തെ ഒരു ട്രിക്കാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ കണ്ടോ, അവിടെ നമ്മൾ ടുവിന്റെ ടേംസിൽ മാറ്റാനായിട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു 2 നമ്മൾ ആഡും ചെയ്യാൻ പോവുക, മൈനസും ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും നോക്കിയേ. എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to n. എൻ മൈനസ് ടു ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് ടു. ഇതിനൊന്നും വ്യത്യാസമില്ല. നമ്മൾ ആ ഡിനോമിനേറ്ററിലെ എൻ മൈനസ് എക്സ് എന്നുള്ളതിനെ മാത്രമായിട്ട് മാറ്റാൻ പോവുക. എൻ മൈനസ് ടു പ്ലസ് ടു മൈനസ് എക്സ്. അതായത് ഒരു ടുവിനെ നമ്മൾ മൈനസും ചെയ്തു പ്ലസും ചെയ്തു. ഫാക്ടോറിയൽ ഇടാനായിട്ട് മറന്നു പോകരുത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതി. പി റേസ് ടു എക്സ് മൈനസ് ടു, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി. ഇത്രയും നമ്മൾ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, മീനിൽ ചെയ്ത പോലെ തന്നെ, അതായത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to n. എൻ മൈനസ് ടു ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ഇതിനെ എങ്ങനെ എഴുതാം, എൻ മൈനസ് ടു മൈനസ് എക്സ് മൈനസ് ടു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കിടക്കുന്ന സെയിം സാധനം തന്നെ കിട്ടുന്നത്. അതുപോലെ മുകളിലത്തെ പി റേസ് ടു എക്സ് മൈനസ് ടു, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി എന്ന് പറയുന്നതിനെ അതുപോലെ എഴുതി. ഇനി ഈ സമ്മേഷന്റെ അകത്ത് കിടക്കുന്ന ഈ സാധനം ഒന്ന് നോക്കിക്കേ. ഇത് എന്തിന്റെ ഫോർമുലയാണിത്? നമുക്കറിയാം, ഒരു എൻ സി എക്സ് അങ്ങനത്തെ ഒരു ഫോർമുല പോലെ ഇരിക്കുന്നില്ലേ. അപ്പോ ഇതെന്ന് പറയുന്നത്, അതായത് ഈ സമ്മേഷന്റെ അകത്ത് കിടക്കുന്ന ഈ ഫോർമുല എന്ന് പറയുന്നത് എൻ മൈനസ് ടു സി എക്സ് മൈനസ് ടുവിന്റെ ഫോർമുലയാണ്. അത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാനായിട്ട് പോവാണ്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to n. സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത്, എൻ മൈനസ് ടു സി എക്സ് മൈനസ് ടു. കാരണം മുകളിൽ കിടക്കുന്നത് ഈ ഫോർമുലയുടെ എക്സ്പാൻഷൻ ആണ്. ബാക്കിയുള്ളത് എന്താ, പി റേസ് ടു എക്സ് മൈനസ് ടു, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി എന്നുള്ളതും കൂടി എഴുതുക. ഇനി ഈ സമ്മേഷന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്താണ്, എക്സിന്റെ ഓരോ വാല്യൂസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാ കിട്ടുന്നത് നോക്കിക്കേ. എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ, അതിവിടെ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് എക്സിന്റെ ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുക്കുക. അപ്പൊ എൻ മൈനസ് ടു ഇൻറ്റു സി 0, പി റേസ് ടു 0, ക്യൂ റേസ് ടു എൻ മൈനസ് ടു എന്ന് വരും, പ്ലസ് എക്സെട്ര. അടുത്തത് എക്സിന്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എക്സിന്റെ വാല്യൂ n ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എൻ മൈനസ് ടു ഇൻറ്റു സി എൻ മൈനസ് ടു പി റേസ് ടു എൻ മൈനസ് ടു ക്യൂ റേസ് ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്തിന്റെ ഒരു ഐഡന്റിറ്റി നമുക്ക് ഓർമ്മ വരുന്നില്ലേ, എന്താണിത്? ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ദി ഹോൾ റേസ് ടു എൻ മൈനസ് ടുവിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ ബ്രാക്കറ്റില് പി പ്ലസ് ക്യൂ ദി ഹോൾ റേസ് ടു എൻ മൈനസ് ടു പ്ലസ് എൻ പി എന്ന് പറയുന്നത് അതുപോലെ എഴുതി. അപ്പൊ നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ആ ഫുൾ ടേം അങ്ങ് 1 ആയി പോകും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ പ്ലസ് എൻ പി ആണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എന്താണ്, ഫുൾ വേരിയൻസ് ആയിട്ടില്ല, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. എന്തെന്ന്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ പ്ലസ് എൻ പി ആയിട്ട് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ ഇവിടെ ഇട്ട് കൊടുക്കാം. എൻ ഇൻറ്റു എൻ മൈനസ് വൺ
പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് ഇതെന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്തായിരുന്നു എൻ പി ആണ് അല്ലെ അതിന്റെ ഹോൾ സ്ക്വയർ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക എൻ സ്ക്വയർ പി സ്ക്വയർ എന്ന് എഴുതാം മൈനസ് എൻ പി സ്ക്വയർ എന്ന് വരും. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്ലസ് പിന്നെ നമുക്കുള്ളത് എൻ പി ഉണ്ട് മൈനസ് ഈ എൻ പി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എൻ സ്ക്വയർ പി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതും കൂടി കട്ടായി പോകും അല്ലെ. പിന്നെ നമുക്കുള്ളത് എന്താ എൻ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു എൻ പിനെ കോമൺ എടുത്താൽ എന്ത് വരും മൈനസ് പി പ്ലസ് 1 എന്ന് വരും. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ് എൻ പി ഇൻറ്റു 1 മൈനസ് പി എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്കറിയാം എന്താണ് ബൈനോമിയൽ എക്സ്പെരിമെന്റ് കേസിൽ 1 മൈനസ് പി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്യൂ അല്ലെങ്കിൽ ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി ആണ് അല്ലെ. സോ ഇതെന്ന് പറയുന്നത് എന്താണ് എൻ പി ക്യൂ എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഫൈനലി നമുക്ക് വേരിയൻസിന്റെ ഫോർമുല ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് എൻ പി ക്യൂ. വേർ എൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് ആണ്, പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അതുപോലെ നമ്മുടെ അടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു എൻ പി ക്യൂ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ ഒരു സമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട് വേരിയൻസ് ഡിറൈവ് ചെയ്യാനായിട്ട്. അതായത് ആദ്യം നമ്മൾ ചെയ്തത് വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഫോർമുല എഴുതി, അതായത് സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു നമ്മൾ ഈ എക്സ് സ്ക്വയറിനെയും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ പി ഓഫ് എക്സിന് പകരം എന്ത് കൊടുത്തു നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ നമ്മൾ എക്സ് സ്ക്വയറിന് വരെ എന്തെന്ന് കൊടുത്തു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത് സമ്മേഷനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അല്ലെ. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എൻ സി എക്സ് എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്തു എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്തു ആദ്യത്തെ ടേമിൽ. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്താണെന്ന് കിട്ടിയേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ തന്നെയാണ് കിട്ടിയത്. അതായത് അതിനെ ഞാൻ എൻ പി എന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി. അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ടേമിനെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത് ടൂവിനെയും കൂടി ഉൾപ്പെടുത്തി കുറച്ച് മാറ്റങ്ങൾ വരുത്തി അല്ലെ. എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്നും ആക്കി. അതുപോലെ പി റേസ് ടു എക്സ് എന്ന് പറയുന്നതിനെ 2 ഉൾപ്പെടുത്താൻ വേണ്ടി പി റേസ് ടു 2 ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 2 എന്നും മാറ്റി എഴുതി. ഇനി അടുത്ത ടേമിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ എക്സ് ഇല്ലാത്ത ടേംസും അതുപോലെ ഫാക്ടോറിയൽ ഇല്ലാത്ത ടേംസും അതായത് എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ ഇത്രയും സാധനങ്ങളെ നമ്മളിങ്ങനെ പുറത്തെടുത്തു. അതിനുശേഷം നമ്മൾ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ അതായത് ഡിനോമിനേറ്ററിൽ കിടന്ന എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിനെ 2 ഉൾപ്പെടുത്തി എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ അതിനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി അത് എന്തിന്റെ ഫോർമുല ആയിരുന്നു എൻ മൈനസ് 2 ഇൻറ്റു സി എക്സ് മൈനസ് 2 എന്ന് പറയുന്നതിന്റെ ഫോർമുലയാണ്. അപ്പൊ സമ്മേഷന്റെ അകത്ത് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എൻ മൈനസ് 2 സി എക്സ് മൈനസ് 2 ആണ്. അപ്പൊ അതിനെ ആ സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ് നമുക്ക് അവിടെ നമ്മുടെ ഐഡന്റിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഫൈനലി നമ്മൾ വേരിയൻസിന്റെ അകത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി എൻ പി ക്യൂ എന്ന് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് കിട്ടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.